ಒಬ್ಬ ವ್ಯಕ್ತಿಯಾಗಿ ನಿಮಗೆ ವಂದನೆಯನ್ನು ತಿಳಿಸುವಂತನಾಗಿರುತ್ತೇನೆ. ಥ್ಯಾಂಕ್ ಯು. ഈ റഹോബോത്ത് ഫയർ മിനിസ്ട്രീസിന്റെ ഉദ്ഘാടനത്തിനും ദൈവ വചന ശുശ്രൂഷയ്ക്കുമായിട്ട് കർത്താവദാസൻ റവറൻ അബ്ദുൽ കരീം പാസ്റ്റർ ഇമാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ಕೈ ಹೊಡೆದು ಅವರನ್ನು ನಮ್ಮ ಸೇವೆಗೆ mentioning that God has done amazing things. ഹല്ലേലൂയ. ദൈവദാസനായിരിക്കുന്ന ഗിരീഷ് പറഞ്ഞ ദൈവം തന്റെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. He mentioned that this place, to get this place was nothing but a miracle of God. ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ ഇടം കിട്ടുന്നത് തന്നെ ദൈവത്തിന്റെ ഒരു അത്ഭുതമായിട്ടാണ്. The person who had taken, he said, I don't even want the deposit back, and he left the place so that we could get the place. ഹല്ലേലൂയ. ഈ ഇടം ലഭിച്ചത് ആദ്യം ഒരു വ്യക്തി ഇതിന്റെ ഡെപ്പോസിറ്റ് പണം കൊടുത്തിരുന്നു. അദ്ദേഹം ഡെപ്പോസിറ്റ് പണി തിരികെ വാങ്ങിയതുകൊണ്ടാണ് തനിക്ക് ആരാധനയ്ക്കായിട്ട് ഇപ്രകാരം ഒരു സ്ഥലം ഒരുങ്ങിയത്. So this evening we are gathered here because of a miracle from God. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രികാലം ഈ സന്ധ്യാസമയം നാം കൂടി വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു അത്ഭുതമായിട്ടാണ്. But that is only the beginning. ഹല്ലേലൂയ. എന്നാൽ അത് ഒരു ആരംഭം മാത്രമാണ്. In Joshua chapter 3, ഹല്ലേലൂയ, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം verse 5, it says, ഹല്ലേലൂയ, 3-ന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. Joshua told the people, consecrate yourself, for tomorrow the Lord will do amazing things among you. ഹല്ലേലൂയ. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. You may say, today God has done amazing things. ഹല്ലേലൂയ. നമുക്ക് പറയാം ദൈവം ഇന്ന് ഒരുപക്ഷേ അത്ഭുതകാര്യം ചെയ്യും. Today we have received a miracle. ഹല്ലേലൂയ. നാം ഇന്ന് ദൈവത്തിന്റെ അത്ഭുതം കാണും. But God is promising every one of us over here that He will continue to do those amazing things. ഹല്ലേലൂയ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മ ഓരോരുത്തരോടും ദൈവം പറയുന്ന കാര്യം ഇതാണ്, താൻ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. I thank and praise God for this beautiful evening. ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായ ഈ മനോഹരമായ സായങ്കാല സമയത്തിനായി And I also thank God for Pastor Girish, Pastor Santosh and others. ഹല്ലേലൂയ. പാസ്റ്റർ ഗിരീഷിന്, പാസ്റ്റർ സന്തോഷ്, ഇവർക്കെല്ലാം ദൈവനാമത്തിൽ ഹല്ലേലൂയ ഞാൻ അവരെ നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. I would congratulate all of them for the hard work and for the desire to start the ministry in Bilekeli. ഹല്ലേലൂയ. ഈ വെള്ളക്കള്ളി പ്രദേശത്ത് ഇപ്രകാരം ശുശ്രൂഷ മിനിസ്ട്രി ആരംഭിക്കുവാൻ പ്രിയപ്പെട്ടവർ കഠിനമായി അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ അവരെ ആശംസിക്കുന്നു, ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. We pray that God will use all of you in a very special way. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ ദൈവം വളരെ പ്രത്യേകമായ നിലയിൽ ഉപയോഗിക്കുമെന്ന്. So here we find Joshua telling the people, consecrate yourself for tomorrow. The Lord will do amazing things among you. ഹല്ലേലൂയ. ഇവിടെ യോശുവ ജനത്തോട് പറയുന്ന കാര്യം ഇതാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ അതിശയം പ്രവർത്തിക്കും. Tomorrow. ഹല്ലേലൂയ. നാളെ It's a very important time in life. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാളെ എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള ദിവസമാണ്. People are scared of their tomorrow. ഹല്ലേലൂയ. നാളെയെക്കുറിച്ച് മനുഷ്യന് ഭാരപ്പെടുന്നു, ഭയപ്പെടുന്നു. They are uncertain of what is going to happen to them. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും നിശ്ചയമില്ല. They don't know what is in store for them in their tomorrow. ഹല്ലേലൂയ. നാളെ അവർക്ക് വേണ്ടി എന്ത് ഉണ്ട് എന്ന് അവർക്ക് അറിയുന്നില്ല. But God says, I will do amazing things in your midst. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും, അതിശയം പ്രവർത്തിക്കും. In India you may have recession. ഹല്ലേലൂയ. ഒരുപക്ഷേ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി You ഉണ്ടായി. may find that the rupee value is going down. ഹല്ലേലൂയ. നിങ്ങൾ കാണും രൂപയുടെ മൂല്യം താഴേക്ക് ഇടിഞ്ഞു പോകുന്നു. You may see businesses are collapsing. ഹല്ലേലൂയ. നിങ്ങൾ കാണും ബിസിനസ്സുകൾ തകർന്നുകൊണ്ടിരിക്കുന്നു. But God says, I will do amazing things. എങ്കിലും ദൈവം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതിശയം പ്രവർത്തിക്കും. Don't worry about your tomorrow. അല്ല, നിങ്ങൾ നാളെയെക്കുറിച്ച് ഭാരപ്പെടരുത്. For a Christian, tomorrow is a blessing. ഹല്ലേലൂയ. ഒരു വിശ്വാസിക്ക്, ഒരു ദൈവവൈദ്യന് നാളെ എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. John chapter 10 verse 28, Jesus said, I will give them eternal life and no one will be able to snatch them out of my hand. ഹല്ലേലൂയ. കർത്താവ് യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് നിത്യജീവനെ തരും, അതാരും എന്നിൽ നിന്ന് പിടിച്ചു പറിക്കില്ല. Our life is in the hands of the living God. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മുടെ ജീവനുള്ള ദൈവത്തിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. No one knows your future. ഹല്ലേലൂയ. ആർക്കും നിന്റെ ഭാവി പ്രവചിക്കാൻ കഴിയത്തില്ല. Because your future is in the hands of the living God. ഹല്ലേലൂയ. നിന്റെ ഭാവി ജീവനുള്ള ദൈവത്തിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. I accepted Jesus Christ on 10th August 1986. ഹല്ലേലൂയ. 1986 ഒക്ടോബർ 10-ാം മാസം ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. In our family we had a lot of problems. എന്റെ ഭവനത്തിൽ അനേക പ്രതിസന്ധികൾ ഉണ്ടായി. My father and mother, they always used to fight. ഹല്ലേലൂയ. ഫാദറും എന്റെ അമ്മയും മാതാവും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാകും. There is a saying called Goli Chande. ഹല്ലേലൂയ. We used to say, ആൾക്കാർ പറയുന്നതിനാണ് എന്താ പറയുന്നത്, വിശുദ്ധ അടി എന്ന് പറയും. Every day fighting.
ഹല്ലേലൂയ. എല്ലാ ദിവസവും വഴക്കാണ്. But it so happened, my father used to go to one black magician, my mother used to go to one black magician. ഹല്ലേലൂയ. അതിലെ ഒരു കാര്യം ഇതാണ്, എന്റെ അമ്മ ഹല്ലേലൂയ ഒരു ബ്ലാക്ക് മജീഷ്യന്റെ അടുത്ത്, എന്റെ പിതാവ് വേറൊരു ബ്ലാക്ക് മജീഷ്യന്റെ അടുത്ത്. And they will go and they will fight against each other through evil spirits. ഹല്ലേലൂയ. അവർ രണ്ടുപേരും അശുദ്ധാത്മാവ് നിമിത്തമായി പരസ്പരം അടികൂടുകയാണ്. Not enough they are fighting physically, but they are also involving evil spirits to come and fight in the house. ഹല്ലേലൂയ. അവര് തമ്മിൽ അടികൂടുക മാത്രമല്ല, അശുദ്ധാത്മാക്കളും അവിടെ വീട്ടിൽ കടന്നു വന്ന് അടികൂടുവാൻ വേണ്ടി അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രേരിപ്പിച്ചുകൊണ്ട്. And I used to accompany both my father and mother to their black magician. ഹല്ലേലൂയ. ഞാനും അവരോട് കൂടെ പോകുമായിരുന്നു. And I was like a bodyguard for them. ഹല്ലേലൂയ. ഞാൻ അവർക്ക് ഒരു സംരക്ഷകനായി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. I didn't have muscles, but I was like a bodyguard. ഹല്ലേലൂയ. എനിക്ക് മസിലൊന്നും ഇല്ലെങ്കിലും ഞാൻ ഒരു ബോഡിഗാർഡ് ആയിട്ട് സംരക്ഷകനായി കൂടി ഇരിക്കുകയാണ്. So one day, my father took me to his black magician. ഹല്ലേലൂയ. ഒരു ദിവസം പിതാവ് എന്നെ ഒരു ബ്ലാക്ക് മജീഷ്യന്റെ അടുത്ത് കൊണ്ടുപോയി. He was going to the black magician to attack his wife. ഹല്ലേലൂയ. അദ്ദേഹം പോകുന്നത് തന്റെ ഭാര്യയെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടിയാണ് ബ്ലാക്ക് മജീഷ്യനോട്. My mother used to go to attack her husband. ഹല്ലേലൂയ. എന്റെ അമ്മ പോകുന്നത് എന്റെ പിതാവിനെ അല്ലെങ്കിൽ തന്റെ ഹസ്ബൻഡിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. They said, no, we are going to the black magician to sort out our problems. ഹല്ലേലൂയ. എന്നാൽ അവർ പറയുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. Is anyone here going to the black magician? ആരെങ്കിലും ഇവിടെ അങ്ങനെ പോകുന്നവരുണ്ടോ? You go show hands to the palmist. ഹല്ലേലൂയ. കൈനോട്ടക്കാരന് കൈ കാണിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? We read the horoscope in the papers. ഹല്ലേലൂയ. ജാതകം അല്ലെങ്കിൽ നാളുകൾ ആരെങ്കിലും പേപ്പറിൽ വായിക്കുന്ന ഹോറോസ്കോപ്പ്. If you are reading horoscope in paper, it will become horoscope. ഹല്ലേലൂയ. നിങ്ങൾ അത് പേപ്പറിലുള്ളത് വായിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ ഹല്ലേലൂയ പീഡനത്തിന്റെ ഒരു ദിവസമായി മാറും. So my father took me to his black magicians, and because my father was a close person to this black magician, he said, I will deal with the case towards the end. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ എന്റെ ഫാദറിന് വളരെ അടുത്ത ബ്ലാക്ക് മജീഷ്യനാണ്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ വൃത്തി അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. So when my father's turn came towards the end, he dealt with his business. ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്റെ പിതാവ് തന്റെ ജോലി ആരംഭിച്ചു. And then my father said, this is my son Abdul Karim, I want you to tell me about his future. ഹല്ലേലൂയ. ഇതിന് ശേഷമായിട്ട് ഈ ബ്ലാക്ക് മജീഷ്യൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം പിതാവ് എന്റെ അടുത്ത് വന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്റെ മകനാണ് അബ്ദുൽ കരീമാണ്, ഇദ്ദേഹത്തിന്റെ ഭാവി പറയാൻ. He said, tell me about his future. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, എന്റെ പിതാവ് ചോദിച്ചു എന്റെ മകന്റെ ഭാവിയെ കുറിച്ച് പറഞ്ഞു. So he said, he looked at my face and he said, your son has a very bright future. ഹല്ലേലൂയ. അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നിങ്ങളുടെ മകന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവിയുണ്ട്. But he said, I cannot tell. ഹല്ലേലൂയ. എന്നാൽ അദ്ദേഹം പറയാണ്, എന്നാൽ അത് എങ്ങനെയുള്ളതെന്ന് എനിക്ക് പറയാൻ കഴിയും. Because when he was trying to see my future, I was praying and binding the spirits of darkness. ഹല്ലേലൂയ. അദ്ദേഹം എന്റെ മുഖത്ത് നോക്കി ഭാവി പറയാൻ തുടങ്ങുന്ന നേരത്ത് ഞാൻ യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തിയെ പ്രാർത്ഥിച്ച് ബന്ധിച്ചുകൊണ്ടിരുന്നു. But then I had accepted Jesus Christ. ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. And why he did not tell me about my future? എന്തുകൊണ്ട് അദ്ദേഹത്തിന് എന്റെ ഭാവി പറയുവാൻ കഴിഞ്ഞില്ല? Because my future was covered by the blood of Jesus Christ. യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. Praise the Lord. Evil spirits have no control over you. ഹല്ലേലൂയ. അശുദ്ധാത്മാവിന് നിന്റെ മേലെ ഒരു നിയന്ത്രണവുമില്ല. How many of you are afraid of evil spirits? എത്ര പേര് അശുദ്ധാത്മാവിനെ ഭയപ്പെടുന്നവരുണ്ട്? A demon possessed person comes to you. ഹല്ലേലൂയ. ഒരു അശുദ്ധാത്മ ബാധിച്ച ഒരു വ്യക്തി കടന്നു എത്ര പേര് ഭയപ്പെടും? What will you do if you see that person? ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? Tongue popping out. ഹല്ലേലൂയ. ഇപ്പോ നാക്ക് പുറത്തോട്ട് നീട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? What will you do? നിങ്ങൾ എന്ത് ചെയ്യും? Will you run away? നിങ്ങൾ ഓടിപ്പോകുമോ? Pastor, I cannot stand them. I have to run away. ഹല്ലേലൂയ. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ഓടിപ്പോകാന്ന് പറയും. It says we lay hands on the sick and they will recover. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നത് രോഗിയുടെ മേലെ കരം വെക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കും. You lay hands on those who are demon possessed, the demons will flee. ഹല്ലേലൂയ. അശുദ്ധാത്മാവ് ബാധിച്ചുള്ള കരം വെച്ചാൽ അശുദ്ധാത്മാവ് അവരെ വിട്ട് ഓടിക്കും. Who is going to do that? ആരാണ് ഇത് ചെയ്യുവാൻ പോകുന്നത്? Pastor? പാസ്റ്ററാണോ? Me? ഞാനാണോ? Every one of us. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും അത് ചെയ്യുന്നതാണ്. Jesus Christ has promised every one of us. ഹല്ലേലൂയ. ആ വാഗ്ദത്തം കർത്താവ് യേശു നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നതാണ്. You don't worry about evil spirits. ഹല്ലേലൂയ. അതുകൊണ്ട് നാം അശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കേണ്ട. When you walk on the road, evil spirits should be afraid of you. ഹല്ലേലൂയ. നീ തെരുവിലൂടെ റോഡിലൂടെ നടക്കുമ്പോൾ നിന്നെ കണ്ടുകൊണ്ട് അശുദ്ധാത്മാവ് ഭയപ്പെടും.
In John, we find in Luke chapter 10 verse 19, Jesus said, I give you authority to trample upon serpent, upon scorpion, upon all the power of the enemy, and nothing by any means will hurt you. ആ ലൂക്കോസ് 10:19 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ഒരു ഹാനിയും വരുത്തുകയില്ല. Praise the Lord. God is saying, I will anoint every one of you here. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അതിനായി I will അഭിഷേകം ചെയ്യും. bless every one of you here. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. When the world is worried about their tomorrow, I will bless you tomorrow. ഹല്ലേലൂയ. ലോകം നിങ്ങളെ നാളെ അനുഗ്രഹിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. I will bless you with content